ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ബഹളത്തിലായിരുന്നു ഞാൻ. ആ ബസ് ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ഒരു കുഞ്ഞു ട്രിപ്പിന് വന്നതാണ്. എവിടെയല്ല, കുമരകമാണ്. ആൻഡ് ഇവിടെ വന്നേക്കുന്നത് നമ്മളുടെ സൂറി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. അടിപൊളി റിസോർട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോഴത്തേന്നുണ്ട് എൻ്റെ ചന്ദന കിട്ടി. ആൻഡ് നമുക്കിനി ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ആ ടൈം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളും ഈ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട വ്ലോഗിലോട്ട് കിടക്കാം. കമോൺ. എൻട്രൻസ് വരുന്നത്. ആൻഡ് ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. എൻ്റെ ടീം മെമ്പേഴ്സിനെ കണ്ടല്ലോ, ഇതാണ് RJ Ax. ഹായ്, സ്വന്തം തമിഴ് RJ. വണക്കം ഫ്രം മധുരൈ. ഇല്ല എല്ലാവരും വാങ്ങ മധുരയ്ക്ക്. മധുരയാണ് വീട്. ഇവിടെ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. യെസ്. എന്താ നമ്മുടെ കൂട്ടത്തിലെ സീനിയർ RJ ആണ് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും സെയിമാ. ഇപ്പൊ സീനിയർ, തൽക്കാലം സീനിയർ സ്ഥാപനം എന്താ ഇപ്പൊ സീനിയർ പൊസിഷൻ ഇപ്പോഴേക്ക് ഞാൻ എടുത്തുக்கிறேன். അതെ, ഇങ്ങനെ നടക്കുവാണ്. എങ്ങോട്ടെന്നറിയാതെ ഇങ്ങനെ നമ്മൾ ഇതിലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരം കാണാനുണ്ട്. ഇതിൻ്റെ അപ്പുറത്തുള്ള കായൽ ഏതാണ് അറിയോ? വിച്ച് കായൽ? വേമ്പനാടാണോ? വേമ്പനാടിലേക്കാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അങ്ങനെ ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നത് ഇതിന്റെ പേര് ആർട്ടിഫിഷ്യൽ ലഗൂൺ എന്ന് പറയും. ലഗൂൺ, ഇങ്ങനെ കുളം പോലെ ഉണ്ടാക്കി വെക്കുന്നതിന് ലഗൂൺ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒരു നല്ല ക്ലൈമറ്റാണ്, കുഴപ്പമില്ല. ഭയങ്കര മഴ പെയ്താൽ അത്ര വലിയ രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 12:30 നമുക്കൊന്ന് ലഞ്ചുണ്ട്. അപ്പോൾ അതുവരെ ഞങ്ങളൊന്ന് ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങാം, കണ്ടു നടക്കാമെന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ പുറത്ത് പോയിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അതിന് മാത്രം തന്നെ ഇവിടെ ചുറ്റി കാണാനുണ്ട്. ആൻഡ് ഇവിടുത്തെ പൂളാണെങ്കിലും ഒക്കെ അത്യാവശ്യം വലിയ പൂളാണ് കേട്ടോ. ഒരു ചെറിയ ഭാഗം പൂൾ ഇപ്പുറത്തും പിന്നെ അപ്പുറത്ത് വേറെ അങ്ങനെയുണ്ട്. ആൻഡ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ലഞ്ച് കഴിക്കാൻ പോയപ്പം അവിടെയാണ് ഈ റിസോർട്ടിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിക്കഴിഞ്ഞാൽ കൺഫ്യൂഷനായിരിക്കും. അത്രയും സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്കിതിൽ ഏത് കഴിക്കണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ആൻഡ് അന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് ഒട്ടും വിശക്കുകയില്ല. അതാണ് അതിൻ്റെ വേറൊരു കോമഡി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ കുറേ സാലഡ്സും സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അറിയാലോ, ഞാൻ 2-3 ദിവസം ചീറ്റ് ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. സോ ഞാൻ സാലഡിലോട്ടൊന്നും വലിയ കണ്ണ് അങ്ങോട്ട് പോയില്ല, കാരണം എൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് കേട്ടോ. റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന ആംബിയൻസ് ആണിത്. ഞാനത് പുറത്തുനിന്ന് ഒരു വ്യൂ എടുത്തതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് കേട്ടോ ഈ റിസോർട്ടിൽ, പറയാതിരിക്കാൻ വയ്യ. റെസ്റ്റോറൻ്റ് ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് വലിയ റെസ്റ്റോറൻറ്റ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് നേച്ചർ ഫ്രണ്ട്ലി വ്യൂസ് ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം ഭയങ്കര കാം ക്വയറ്റ് പ്ലേസ് ആണ്. ആൻഡ് വി സ്റ്റാർട്ടഡ് അവർ ലഞ്ച് വിത്ത് ദിസ് ചിക്കൻ കോൺ സൂപ്പ്. അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ മെയിൻ കോഴ്സിലോട്ട് കടന്നു. ആൻഡ് ഞാൻ കുറച്ച് റൈസ്, കുറച്ച് ഈ മറ്റേ പറാട്ടയില്ലേ അത് എടുത്തു. പിന്നെ ഞാൻ കഴിച്ചത് ഈ ഒരു ഡെസേർട്ട്സാണ്. ഞാൻ ഷുഗർ 2 ദിവസത്തേക്ക് ഞാൻ കഴിച്ചു. അല്ല പിന്നെ എനിക്ക് കഴിക്കാനൊക്കെ തോന്നിക്കോ, കാരണം അത്രയും കൂടുതൽ ഡെസേർട്ട്സ്, ഒരുപാട് വെറൈറ്റി ഡെസേർട്ട്സ് അവിടെ വെച്ചപ്പം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കഴിച്ച ഡെസേർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒരു കപ്പ് കേക്ക് പോലത്തെ സാധനം, പക്ഷേ ഉള്ളിൽ ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ട്. എന്തോ ഒരു ക്രീം പോലത്തെ ഒരു സാധനമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ചപ്പോൾ. എനിക്ക് ആ കൂട്ടത്തിലുള്ള ഡെസേർട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത്
ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു മാംഗോ പുഡിങ്, ഒരു ക്രീം പുഡിങ്, മാംഗോ ക്രീം പുഡിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് എനിക്ക് ഈ കഴിച്ച ഡെസേർട്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് മതിയാവാഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ട് ഒരു ബൗളും കൂടെ എടുത്തിട്ട് വന്നു. അതൊന്നും കുഴപ്പമില്ല, ആരും ശ്രദ്ധിക്കാൻ ഇതൊക്കെ അല്ലേ, നമുക്ക് വല്ലപ്പോഴല്ലേ ഇങ്ങനത്തെ ഒക്കേഷൻസ് കിട്ടുക, ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട അത്രയും ഫുഡുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് അത്രയും വാരി കോരി കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ്. സോ ഞാൻ രണ്ടാമത്തെ ബൗളും കൂടെ വാരിക്കോരി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഞാൻ കഴിച്ച ഒരു കേക്കായിരുന്നു ഇത്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, ഒരു യൂഷ്വൽ ചോക്ലേറ്റ് കേക്ക് അത്ര തന്നെ ഉള്ളൂ. എഗെയിൻ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു കപ്പ് കേക്ക് പോലത്തെ സാധനമില്ലേ, അത് ഞാൻ ഒന്നുകൂടെ പോയിട്ട് എടുത്തു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം ഒരു ഡെസേർട്ട് ടൈപ്പുമാണ്, എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ടൈപ്പുമാണ്. കാരണം ഒരുപാട് നട്ട്സും ഫ്രൂട്ട്സും അതിനകത്തുണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു. ഹെവി ഫുഡായിരുന്നു, എൻ്റെ വയറ് നിറഞ്ഞൊരു വഴിക്കായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വാരിക്കോരിയും കഴിക്കണമെന്നേ. 2-3 ദിവസമല്ല, ഒരു 4-5 ദിവസമായിട്ട് ഞാൻ എൻ്റെ ചീറ്റ് ഡേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മളിപ്പം റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അനു ചേച്ചിക്കും ആകാംക്ഷയ്ക്കും ഒരു റൂം, എനിക്ക് വേറെ റൂമാണ്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും, കുഴപ്പമൊന്നുമില്ല. ഒരു റൂമിൽ കാരണം 2 പേരാണ്. സോ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാൻ ഒരു റൂം ടൂറൊക്കെ കാണിച്ചേ. ഹേ ഗൈസ്, ഗൈസ് ഒന്ന് തിരിഞ്ഞു നോക്കണ്ട. ഹേ ഗൈസ്, ഈ കുട്ടി ഫോണിൽ ബിസിയാണ്. എൻ്റെ റൂം നമ്പർ 214. വേർ ഈസ് 214? നല്ല ഭംഗിയില്ല. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞു. സോ ആ ഒരു മഴ കഴിഞ്ഞുകൊണ്ട് നല്ല എല്ലാം ഇങ്ങനെ നനഞ്ഞു കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് റൂം എത്തിയിട്ട് കാണാം. ഓക്കെ, 1012-217 ഇങ്ങോട്ടേക്കാണ്. ആൻഡ് ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഞാൻ കുമരകമൊന്നും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മളുടെ ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സിൽ പോയപ്പം ഹില്ലി പ്ലേസ് ആയിരുന്നില്ലേ, ഹിൽ സ്റ്റേഷൻ ആയിരുന്നു. അപ്പം ഇത്തവണ അങ്ങനെയായി, ഒരു ഹിൽ പ്ലേസ് അല്ലാത്ത ഒരു പ്ലേസിലാണ് വരാൻ പറ്റിയത്. നല്ലതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ ബാക്ക് വാട്ടേഴ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ എനിക്ക് എനിക്ക് റൂമിൽ പോയിട്ടൊന്ന് ചെക്ക് ഇൻ ചെയ്തൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കണം. അയ്യോ, എൻ്റെ തിന്ന ഫുഡൊക്കെ ഒന്ന് ദഹിക്കട്ടെ. ഗോഡ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ. എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഫുൾ കോട്ടേജസ് കണ്ടോ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ റൈറ്റ്. അയ്യോ, നമ്മളുടെ റൂം അങ്ങോട്ടേക്കാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെയാണോ റൂം? സാഡ്ലി നമ്മളുടെ റൂം ഇങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്കാണ്. ഇറ്റ്സ് ഓക്കെ, നമ്മളിപ്പോൾ റൂമിലൊന്നും ഇരിക്കില്ലല്ലോ, നമ്മൾ പുറത്തിറങ്ങും. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഒരു ക്വിക്ക് റൂം ടൂർ തരാം. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വാർഡ്രോബും സാധനങ്ങളൊക്കെ ഉണ്ട്, ലോക്കറുണ്ട്, അയൺ ബോക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് വാഷ്റൂം, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ കോഫി, ടീ മേക്കർ, സംതിങ് അതൊക്കെ ഉണ്ട്. ഇതേ ഞാൻ ഓക്കെ. പിന്നെ ഇവിടെ ഇത് എന്താന്ന് നമുക്ക് നോക്കാം. അതെനിക്ക് തോന്നുന്നു ബാൽക്കണി ആയിരിക്കാം. പിന്നെന്താ, പിന്നെ എനിക്ക് ലൈക്ക് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ ഗൈസ്, ഈ വ്യൂ കണ്ടോ, ഈ പഴയ വീടിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്കിനി മെയിൻ അട്രാക്ഷൻ ഓഫ് ദ റൂം കാണാം. ബാൽക്കണി എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം, ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്കൊന്നിച്ച് നോക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. നമുക്ക് കറക്റ്റാ വ്യൂ കേട്ടോ കിട്ടിയ റൂമിന്. കറക്റ്റ് വ്യൂ തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, താഴെത്തോ നമുക്ക് നമ്മളുടെ ബാൽക്കണിയിലോട്ട് പോകാം. യെസ് ഗൈസ്, നോക്ക് ഗൈസ്. ഓ മൈ ഗോഡ്, അനു
അനുഷ അനുചേച്ചി ഗൈസ് അനുചേച്ചി ആൻഡ് ദിസ് ഈസ് ദ വാഷ്റൂം. എനിക്ക് വാഷ്റൂമിൽ അങ്ങനെ ഭയങ്കര പ്രത്യേകിച്ചും എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. വി ഗോട്ട് എ ബാത്ത് ടബ്, അത് മാത്രമാണ് എനിക്കൊരു ആഡ് ഓൺ ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ വേറെ കുറേ കോട്ടേജസ് ഒക്കെ ഉണ്ട്, അവിടെ മറ്റേ ഓപ്പൺ വാഷ്റൂം ഒക്കെ ഉണ്ട്, അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഈ ഒരു റൂമാണ് കിട്ടിയത്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റൂമിലൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആകാംക്ഷേൻ്റെ റൂമിൽ പോയി. അവിടെ അവരെല്ലാവരും റെഡി ആവായിരുന്നു. എന്നിട്ട് വേണം നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. സിപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ട് എടുക്കുമ്പോൾ അവിടെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളതൊരു പ്ലസ് പോയിൻ്റ് ആണല്ലേ. അവിടെ തന്നെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, പെഡൽ ബോട്ടിങ്, പിന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ പെഡൽ ബോട്ടിൽ കയറി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ പെഡൽ ബോട്ട് ചവിട്ടുന്നത്, ഫസ്റ്റ് ടൈം ആണ്. പക്ഷെ ഇതങ്ങോട്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ പെട്ടെന്നാവുന്നുണ്ട്, പക്ഷെ അത്രയും സ്പീഡിൽ ഇത് പോകുന്നില്ല. നമ്മളുടെ കൂടെ ഉള്ളത് കിരൺ റോബിൻ, അനുഷ, ആകാംക്ഷ. ഹായ്. നിങ്ങളൊക്കെ ആദ്യമായിട്ടാണോ പെഡൽ ബോട്ടില്? ഓക്കെ. കിരൺ റോബിൻ ചവിട്ടങ്ങോട്ടെ, ആകെ ചവിട്ടങ്ങോട്ടെ. ആകാംക്ഷ എന്തെങ്കിലും പറയാനുണ്ടോ? ആകാംക്ഷ എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടവർക്കറിയാം, ഞാൻ കയാക്കിംഗ് മുമ്പ് ചെയ്തിട്ടുണ്ട്, 2-3 ടൈംസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊന്നും ഒട്ടും ഇവിടുത്തെ കയാക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയാക്കിംഗ് ലൈക്ക് അതിൻ്റെ അതിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഹാർഡ് വാട്ടർ പോലെ ഫീൽ ചെയ്തു. ഇത് തുഴഞ്ഞിട്ട് നീങ്ങുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടി തുഴഞ്ഞൊരു ഇച്ചിരി ദൂരം പോയി ഞങ്ങൾ തിരിച്ചു വന്നു. തിരെ മൂവ് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അത് എനിക്ക് അത്രയ്ക്ക് ഓക്കെ ആയിരുന്നില്ല. സോ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. ആകെ മൊത്തം നനയുകയും ചെയ്തു. ചായ ഞാൻ എനിക്കിതാ ചായ. എനിക്ക് തലവേദന എടുക്കുന്നു. നല്ല ഉച്ചത്തൊട്ട് വേദനിക്കുന്നു. ഹായ് ഹായ് ഹായ്. ഹലോ. ഇതാണ് മെയിൻ പഠിപ്പിച്ചേ. ഞാൻ കള്ളം പറയുന്നത് ഇതിൽ പ്രൂഫ് ഉണ്ട്. 12th വരെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. ഈ ചേച്ചിയാണ് ഇന്റർലെ തഗ് ലൈഫ്. ഫുൾ ടൈം കൗണ്ടറാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അത് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. ഇതാർക്കും ഞാൻ കൊടുക്കും. ഇല്ല, കോഴ്സ് എടുക്കത്തില്ല. ഇതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് ഈ ജനറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന പോലെ ജനറ്റിക് തഗ്. പിന്നെ ചേച്ചി ഒരു ബിസിനസ് ഓണറാണ്. ബിസിനസ് ഓണർ എന്ന് പറയാൻ പറ്റില്ല, ബിസിനസ് സ്റ്റാർട്ടപ്പ്. പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് ഞാനൊരു 2-3 days ബാക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എനിക്ക് ഭയങ്കര പാഷനാണ്. എസ്പെഷ്യലി സാരീസാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തത്. മെല്ലെ 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 ആഡ് ഓൺ ചെയ്യണം. എക്സ്ക്ലൂസീവ് സാരീസ് ഒക്കെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം എനിക്ക്. താങ്ക് യു. അത് ഒരുപാട് അടിപൊളി വെറൈറ്റി സാരീസ് ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ സിപ്പ് ലൈനിൽ കയറി. സിപ്പ് ലൈനിൽ ഞാൻ മുമ്പും കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ പേടിയുള്ള സംഭവമല്ല ടിൽ നൗ. പക്ഷേ ഇന്ന് ഈ ഒരു സിപ്പ് ലൈനിൽ കയറിയപ്പം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കൈയൊക്കെ വിട്ട് ഞാൻ മറ്റേ കയ്യിൽ ട്രൈപ്പോഡല്ല മറ്റേ സ്റ്റാൻഡില്ല, അതൊക്കെ പിടിച്ച് സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ച് ഫോണൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അടിയിൽ ചെളിയാണ്, താഴ്ന്നു പോകും എന്നുള്ളൊരു ഭയം എൻ്റെ മുഖത്ത് ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അഭിനയിച്ച് ചിരിച്ചിരിക്കുകയാണ്. ആ
ആഫ്റ്റർ സിപ്പ് ലൈൻ നമ്മൾ പിന്നെ പൂളിൽ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഓഫീസിലുള്ള എല്ലാവരുടെയും ഓരോ കലാപരിപാടികൾ, പിന്നെ DJ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ പിന്നെ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇപ്പോൾ രാവിലെ ഈ സമയം ഏകദേശം 8:30 ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ പുറത്തോട്ടേക്ക് നിൽക്കാം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 8 മണി 8:30 ആയി കഴിഞ്ഞിരിക്കുന്നു. അയ്യോ, രാവിലെ തന്നെ മഴയുണ്ട്. നമ്മൾ രാവിലെ എണീറ്റിട്ട് കിരൺ ചേട്ടനും ഞാനും ആകാംക്ഷ എല്ലാവരും പൂളിൽ പോവാണ്. രാവിലെ പോയിട്ട് പൂളിലൊക്കെ ഒന്ന് കുളിക്കട്ടെ. ആൻഡ് ഞാൻ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ. പെട്ടെന്ന് ഉറങ്ങിപ്പോയി വന്നപാട്. പ്രത്യേകിച്ച് രാത്രിയത്തെ ഇതൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. ഒരു കോള് വന്നതാണ്. അപ്പം ഞാൻ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് ഈ റിസോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആംബിയൻസ്, കിഡിലൻ ആംബിയൻസ് ആണ്. 19 ഏക്കർ എങ്ങാണ്ടാണ് ഈ റിസോർട്ട് വരുന്നത്. സോ നമുക്കിങ്ങനെ നടന്ന് ചുറ്റി കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ആ ലേക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്തോ പായലടിഞ്ഞു എന്നെന്തോ പറഞ്ഞു അവർ, എന്തോ ഒരു ടൈം ആയതുകൊണ്ട്. അതുകൊണ്ട് ഇന്നലെ നമുക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും എനിക്കറിയത്തില്ല പറ്റുമോയെന്ന്. മേ ബി പറ്റുമായിരിക്കും, എനിക്ക് വലിയ ഹോപ്പില്ല അതിൽ. എനിവേ നമുക്ക് ഉള്ളോട്ട് പോകാം. ഞാനിപ്പോൾ ഫോണിൽ ചാർജ് കുറവാണ്. കാരണം എനിക്ക് കുറച്ച് റീൽസും സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, ഫോട്ടോസൊന്നും ഞാൻ ഒരു ഫോട്ടോ പോലും ഇത്ര നേരമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ചാർജ് സേവ് ചെയ്ത് വെക്കണം. സോ ഞാനിപ്പോൾ പോകുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. പൂളിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കിരൺ ചേട്ടൻ്റെ ഫോണിലെടുത്തിട്ട് ഐ വിൽ ആഡ്. ഓക്കെ, അപ്പം ഞാൻ ബാൽക്കണി വ്യൂ കാണിച്ചു തരാം ഇപ്പോഴത്തെ. ആൻഡ് ഇതാണ് ഗൈസ് ഞാൻ ഇന്ന് രാവിലെ കണ്ട കണി. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്ന് നോക്കിയേ. അതിൻ്റെ കൂടെ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു. ചാറ്റൽ മഴ കൂടാതിരുന്നത് നന്നായി, കാരണം അല്ലേ നമുക്ക് പൂളിൽ പോകാൻ പറ്റുകയില്ലായിരുന്നു. ചെറിയ മഴയായിരുന്നു, പക്ഷെ അത് കുറയാൻ കുറച്ച് ടൈം എടുത്തു. പൂളത്തെ എൻജോയ്മെൻറ്റിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എവിടെ വന്നാലും ഏത് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാലും മുടക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. 10:30 ക്ലോസ് ചെയ്യും. ഇപ്പോൾ 10 മണിയായി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ലെറ്റ് മീ സീ. ഇന്നെല്ലാവരും സ്കേർട്ട് വൈബാണ്. ക്യൂട്ടി ഗേൾസ്. രണ്ടുപേരും വൈറ്റ് അല്ലേ? ഇതെന്തത് നിങ്ങൾ അങ്ങനെ ഇട്ടതാ? പക്ഷെ രണ്ടുപേരും ലൈക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളില് എങ്ങനെ വന്നു? ഞാൻ മിക്കവാറും ഇങ്ങനെ ഇടത്തില്ല, ഇന്നാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സെന്ററിൽ, നിങ്ങൾ രണ്ടുപേർക്ക്. ഇപ്പം മഴയില്ല. ആൻഡ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫുള്ള് കാണിക്കാം. എന്തായാലും നമുക്ക് സമയം വൈകാതെ എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഈസ് ഹിയർ, ദ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന്. അത് മനസ്സിലാക്കിയ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഒരു കല്ലപ്പം, ഒരു പൂരി, ഒരു പനീർ പറാത്ത, പിന്നെ ചന്ന മസാല, ഇതെത്രയാണ് എടുത്തത്. ആൻഡ് ദ നെക്സ്റ്റ് റൗണ്ടിൽ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ദ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ എടുത്തത്. ആൻഡ് ഇത്തവണ ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റ് കണ്ടപ്പം അതൊന്ന് ട്രൈ ചെയ്തു വിത്ത് ചോക്ലേറ്റ് ക്രീം ആൻഡ് ദ വിപ്പിംഗ് വൈറ്റ് ക്രീം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ സോസേജും സാധനങ്ങളൊക്കെ എടുത്തു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രയും ഞാൻ കഴിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ വയർ ഫില്ലായി. ചേച്ചി
എടുത്തു കൊടുത്തത് എല്ലാം ചേച്ചിക്ക്. കാരണം തെറ്റ് അല്ല ഇത് പുള്ളിക്കാരി ഫോട്ടോ എടുക്കുന്നത് ജസ്റ്റ് എടുത്താൽ മതി. ഞങ്ങളെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ സുന? ഒന്നുമില്ല. ഇത് സുന എങ്ങനെയാണ്? ഇത് ഓണാണോ? അതെ, കുത്തിയിരിക്കുന്നത് കണ്ണല്ലോ. ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ എടുത്തിട്ടേ ഇതിന് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് അങ്ങനെ നടന്നു. ഇത് എന്റെ കാർഡ്. നിങ്ങളെ സിറി ചിരി 1 മിനിറ്റ് എന്നെ നോട്ട് പോയി. എളേ കൊച്ച് അയ്യോ, ഈ കണ്ണാടി വെച്ചിട്ട് ഒന്നും കണ്ടുകൂടാ. ഈ ഇത്രയും നേരം അച്ഛൻ ഇത്തിരി വയറ് കുറയ്ക്കാം. പിടിച്ചു വലിക്കുക. അത് എനിക്ക് പ്രഷർ ആവുന്നുണ്ട്. വേഗം അനൂഷ കാണുന്നില്ല കേട്ടോ മോളെ നിന്നെ. അവള് കൊഞ്ചം ഫ്രണ്ടിലോട്ടോ. ഹേ ഗായ്സ്, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്കിനി ഇവിടുന്ന് ചെക്കൗട്ട് ആകാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ. സോ ഐ എം ബിസി ഇൻ ടേക്കിംഗ് സം റീൽസ്, ഫോട്ടോസ്, വീഡിയോസ് എക്സെട്ര. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് അങ്ങനെ എടുക്കാത്തത്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിൽ ഇങ്ങനെ പല സ്ഥലത്തുനിന്നും ഓരോ റീലൊക്കെ എടുത്തു ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞാൻ വേർക്ക് കുളിച്ചു ഗായ്സ്. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പറയാൻ വിട്ടുപോയി. രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാത്രി ഈ ഓടുന്ന ബഗ്ഗിയിൽ ഞാൻ കയറി കഴിഞ്ഞത് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് അങ്ങ് തിരിച്ചപ്പോൾ എനിക്ക് പിടിക്കാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ഓടുന്ന ബഗ്ഗിയിൽ നിന്ന് ആ പുറത്ത് അതിലോട്ട് തെറിച്ച് വീണു ഗൈസ്. കുഴപ്പമില്ല, കൈ ചെറുതായിട്ട് പൊട്ടി ചോര വന്ന്. അങ്ങനെ ഓൾമോസ്റ്റ് ചെക്കൗട്ട് ടൈം ആയി. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലഞ്ച്. അവിടുത്തെ ഈ ക്യാബേജ് ഉപ്പേരി ഒക്കെ ഉണ്ടോ, വൈറ്റ് കളർ, ആൻഡ് മീൻ കറി അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷേ ദ തിങ് ഈസ് ഞാനൊന്നും കഴിച്ചില്ല. ഞാനും ആകാംക്ഷയോടെ ഒരു പ്ലേറ്റ് വാങ്ങിച്ച ആകാംക്ഷ കുറച്ചുകൂടെ കഴിച്ചു. ഞാൻ ഒട്ടും കഴിച്ചില്ല, കാരണം അതിന് മാത്രം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ആൻഡ് ദാറ്റ് വാസ് ഓൾ അബൌട്ട് മൈ കുമരകം ട്രിപ്പ്. ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഈ ലവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും വീഡിയോ ചെയ്യാനുള്ളൊരു ത്വര കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ AR. ലവ് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.